ഏതൊരു നല്ല വാക്ക് പറയാനോ വന്നിട്ടില്ല. ആ മരിച്ചവന്റെ പ്രാണനെ ദൂതന്മാർ കൊണ്ടുപോയി എന്ന് മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ. മനുഷ്യനല്ല, ആ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യന്റെ പാപമോചനത്തിനായി ഇറങ്ങി വന്ന ക്രിസ്തു എന്ന് ലോകത്തോട് വിളംബരം ചെയ്ത ഒരു കാര്യമാണ്. അവൻ അവിടെ മരിച്ചവന്റെ ആത്മാവ് അബ്രഹാം പിതാവിന് മടിപ്പോയപ്പോൾ രോഗിയല്ല, സുന്ദരനായ, യുവത്വമേറിയ, കോമളനായ, നല്ലൊരു ശരീരസ്ഥനായി ദൈവത്തെ ആരാധിക്കുന്ന സാറാഫുകളെ പോലെ, അത് ഹെരുവുകളെ പോലെ ദൈവത്തെ ആരാധിക്കുന്ന വളരെ മുഖപ്രസന്നനായി, അത് സൂര്യ തേജസ്സുകളെ പോലെ, ജ്യോത്സ്യകളെ പോലെ പ്രകാശിക്കുന്ന ഒരുവനായി അബ്രഹാം പിതാവിന് മടിത്തട്ടിൽ ഇരിക്കപ്പെടുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ആ ധനവാന മനുഷ്യൻ മരിച്ചു അടക്കപ്പെട്ടു. അവന്റെ ആത്മാവ് പാതാളത്തിൽ യാതനാ സ്ഥലത്ത് യാതന അനുഭവിക്കപ്പെടുമ്പോൾ ഒരു നാൾ മേലോട്ട് നോക്കിയപ്പോൾ ദൂരത്ത് അബ്രഹാം പിതാവിന്റെ മടിത്തട്ടിൽ ലാസറിനെ കണ്ടു. അവിടെ നിന്നോട്ട് അവൻ ചോദിക്കണമല്ല, അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരൽ പൊക്കി ഈ ജോലിയിൽ കിടന്ന് ഈ വരൾച്ച അനുഭവിക്കുന്ന അടിയന്റെ നാവിനെ, ആ ലാസറിന്റെ വിരൽ വെള്ളത്തിൽ മുക്കി ഒന്ന് എന്റെ നാവിനെ തണുപ്പിക്കണമേ എന്ന് പറയപ്പെടുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഈ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ആ സ്ഥലത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ടും കടന്നു വരുവാൻ അധികാരമില്ല, അതിന് അവകാശമില്ല. മകനെ, നിന്റെ ആയുഷ്കാലത്തിന് നന്മയും ലാസറാകട്ടെ തിന്മയും പ്രാപിച്ചു. ഇന്ന് നീ തിന്മ പ്രാപിക്കുന്നു, ലാസറാകട്ടെ നന്മ പ്രാപിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലാസറിന്റെ ആത്മാവിനെ, ലാസറിന് എന്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക്, ഭൂമിയിലേക്ക് നയിക്കണമേ എന്ന് പറയപ്പെടുമ്പോൾ അബ്രഹാം ഇല്ല, ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന്. അപ്പോൾ പറയാണ് അബ്രഹാം പിതാവേ, അവർ അവരെ വിശ്വസിക്കത്തില്ല. അങ്ങനെയെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ പോയാലും വിശ്വസിക്കത്തില്ല. അങ്ങനെയെങ്കിൽ അതേ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ദേശവാസികളെ, പ്രിയപ്പെട്ടവരെ, മോശയും പ്രവാചകന്മാരെയും പോലെ എന്നെ പോലെയുള്ള ഒട്ടനവധി അതേ സുവിശേഷപരമായ പ്രയത്നങ്ങളായി, നല്ല സന്ദേശങ്ങളായി, അതേ സംഘടന വ്യത്യാസങ്ങളില്ലാതെ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും നടുവിൽ ക്രിസ്തുവിന്റെ സന്ദേശങ്ങളായി ലോകത്തിന്റെ മുൻപാകെ വരപ്പെടുമ്പോൾ ഒരു കെട്ടുകഥയായ, ഒരു പഴങ്കഥയായിട്ടല്ല, ഒരു സംഘടന വളർത്തുവാനായിട്ടല്ല, വരുവാനിരിക്കുന്ന ലോകത്തിൽ അതേ നിത്യ രാജ്യത്തിന്റെ അവകാശിയായി തീരേണ്ടതിനായിട്ട് നല്ല സന്ദേശം വിളംബരം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അതേ അവന്റെ അങ്ങിൽ ശ്രമിക്കുന്നു. അവന്റെ അംബാസഡറായി ഞങ്ങളെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ അവന്റെ സ്ഥാനാധിപതികളായി ഞങ്ങളെപ്പോലുള്ളവർ അയക്കപ്പെട്ടിരിക്കപ്പെടുമ്പോൾ ആ വചനം കേട്ട് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിത്യ അതേ ദണ്ഡനത്തിൽ നിന്ന്, നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ രണ്ട് മനുഷ്യരെ കുറിച്ച് ഞാൻ പറഞ്ഞു, രണ്ട് മനുഷ്യനാത്മാക്കളെ, യാതനാ സ്ഥലത്ത് കിടക്കുന്നവന്റെയും അബ്രഹാം പിതാവിനും അടുത്തിരിക്കുന്നവന്റെയും. അപ്പൊ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിന് രണ്ട് സ്ഥലങ്ങളുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് സുവിശേഷം കേൾക്കുന്നവർ പട്ടണമായിരിക്കാം, അനവധി പേർ ദൈവ സന്ദേശം കേൾക്കപ്പെട്ടവർ ആയിരിക്കാം. ഞാനും നിങ്ങളും ജനിക്കുമ്പോൾ പാപികളായ തന്നെയാണ് ജനിച്ചത്. എന്റെ നിങ്ങളുടെ പാപപരിഹാരത്തിനായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പായി ഗാൽഗോഥായിൽ അതേ പരമയാഗമായി തീർന്ന ഒരുവനുണ്ട്, യേശു ക്രിസ്തു. മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ ശമ്പളം മരണം. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ നീതി, പാപിയായ മനുഷ്യൻ മരിക്കണം. ദൈവത്തിന്റെ സ്നേഹം, പാപിയായ മനുഷ്യൻ ജീവിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം തന്നെ നിത്യപാപമോചകനായി തന്റെ പുത്രനായ ക്രിസ്തുവായി ലോകത്തിലേക്ക് വന്ന് അതേ പരമയാഗമായി തീർന്ന അനവധിയുടേതായ പാപത്തെ ഒരിക്കലായി അവൻ ചുമന്ന് ക്രൂശിച്ചുമെന്ന് അതിലൂടെ ഏൽപ്പിക്കപ്പെട്ടതിലൂടെ ഇന്ന് നമുക്ക് പാപപരിഹാരാർത്ഥനായി അന്ന് ജനിക്കപ്പെട്ടവർക്കും ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ജനിക്കാനുള്ളവർക്കും ഒരിക്കലായി പരമയാഗമായി തീർന്ന ആ ക്രിസ്തയേശുവിന്റെ രക്തത്താൽ സാത്താന്റെ ആധിപത്യത്തെ തകർത്ത് അവന്റേതായ ആധിപത്യത്തിൽ നിന്നും അതേ ഈ ക്രിസ്തു വാസ്തവമായി എന്റെ രക്ഷിതാവും വീണ്ടെടുപ്പുമായി എന്റെ പാപത്തിന്റെ പരിഹാരാർത്ഥം ഒരിക്കലായി അതേ ഗാൽഗോത്താൽ ആ പൈമര ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് ആര് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ അവർക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് നിശ്ചയമായിട്ടും ഉണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ കൂടുതലായി പറഞ്ഞ് നിങ്ങളെ അതേ സ്നേഹിക്കുന്നു, മറ്റൊന്നിലേക്ക് പോകുന്നില്ല. ക്രിസ്തു സൗജന്യമായി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പൊന്നോ വസ്തുവോ വിലയേറിയ വസ്തുക്കളോ നിങ്ങളുടെ വിദ്യാഭ്യാസങ്ങളോ ഒന്നുമല്ല. ദൈവം സൃഷ്ടിച്ചു തന്ന ശരീരത്തിനകത്ത് വസിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധ
ദൈവവചനത്തിന് വ്യവസ്ഥയോടനുസരിച്ച് അനുരൂപരായി നിങ്ങൾ മാറിയാൽ ആ ദൈവത്തിന്റെ സ്നേഹപ്രകാരം ഈ ലോകം അഴിഞ്ഞു പോകും. തീക്കരയായി വച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ മനുഷ്യൻ അഴിവുണ്ട്. ഇതിൽ നിന്നെല്ലാം അവന്റെ ആത്മാവിനെ നേടിയെടുക്കുന്ന ഒരു സമയമുണ്ട്. അതിനകത്ത് അവനെ ശേഖരിക്കുന്ന ഒരിടമുണ്ട്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ ചേർക്കുന്നതിന് ഒരിടമുണ്ട്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത മനുഷ്യനെ നിത്യമായ നരകത്തിലേക്ക് ആഴ്ത്തപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേട്ടിട്ട് ആർക്കെങ്കിലും ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എന്റെ സ്വർഗസ്ഥനായ ദൈവമേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഒട്ടനവധി പേരെ അതേ ദൈവസഭയിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവയെ ശ്രമിക്കുന്നു പാപമോചനം എന്ന വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ അവരുടെ ഹൃദയത്തെ അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.